നമസ്കാരം. ജർമ്മനി പോയി, നെതർലൻഡ്സ് പോയി, ഓറഞ്ച് പട അമ്പേ പോയി, വില കുറഞ്ഞു, ഇടിഞ്ഞു. അപ്പോൾ നമ്മളിന്ന് വാർ റൂമിൽ നമ്മളിന്ന് ചർച്ചയ്ക്കെടുക്കുന്ന വിഷയങ്ങളിൽ പ്രധാനപ്പെട്ടത് ഈ ആരാധകരൊക്കെ ഇനി എങ്ങോട്ട് പോകും എന്നുള്ളതാണ്. അതെ, നൂറയുണ്ട്, ആരാധകരൊന്നും പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട് ആരാധകര്. ആദ്യം നൂറയ്ക്ക് തന്നെയാണ് ആദ്യത്തെ ചാൻസ് ഉള്ളത്. നൂറ ഇത്രയും കാലം കടുത്ത ജർമ്മനി ആയിരുന്നല്ലോ. ഇനി ഏത് ടീമിനൊപ്പമാണ്? അല്ല, ഞാൻ ഒരു ട്രൂ ഫുട്ബോൾ ഫാനാണ്. ഇന്നലെ ലൈവേറിൽ കയറിയപ്പം ഹരിയാണ് പറഞ്ഞത് പരാഗ്വേക്കെതിരൊക്കെ ജർമ്മനി സിമ്പിൾ എന്നുള്ളത്. പക്ഷെ ഞാൻ അപ്പോഴും പറഞ്ഞു സിമ്പിൾ അല്ല, ഡോണ്ട് അണ്ടർസ്റ്റിമേറ്റ് ദ പവർ ഓഫ് കോമൺ മാൻ എന്ന് പറഞ്ഞിട്ടാണ് ഇല്ല. ഹരിയുടെ പ്രഡിക്ഷൻ ഫുള്ള് തെറ്റി. ഞാൻ ഒരു ട്രൂ ഫുട്ബോൾ ഫാൻ, ഞാൻ അത്രേ പറഞ്ഞിട്ടുള്ളൂ. ജർമ്മനി ട്രൂ ഫുട്ബോൾ ഫാൻ. നമ്മൾ അന്ന് ഇനി ഏത് ടീമിനൊപ്പമാണ് എന്നുള്ളതാണ് ചോദ്യം. ഞാൻ അർജന്റീന അല്ലേ ബ്രോ, ചോദ്യമാണ്. 2014 നിങ്ങൾക്ക് ഏറ്റവും വലിയ ഹാർട്ട് ബ്രേക്ക് അർജന്റീനക്ക് കൊടുത്ത ടീമാണ് ജർമ്മനി. അപ്പൊ അർജന്റീനക്ക് ഇല്ല, നമ്മള് അർജന്റീന എന്നുള്ള ടീമല്ല എന്റെ വികാരം, മെസ്സി എന്നുള്ള പ്ലെയർ ആണ് എന്റെ വികാരം. മെസ്സി എന്നുള്ള വികാരം ട്രൂ ഫുട്ബോൾ ഫാൻ തന്നെയല്ലേ. ആളുടെ അത്ര അത് ട്രൂ ഫുട്ബോൾ ഫാൻസ് ഇപ്പം ഫയർ ചെയ്യോട്ടോ നിങ്ങളെ. മെസ്സി എന്നുള്ളൊരു വികാരം ഇവിടെ നിൽക്കുന്ന സുൽത്താൻ ഫാനായ ഹരിക്ക് പോലും ഉണ്ട്. ഞാൻ മെസ്സിയുടെ ആരാധകനാണ്. പക്ഷെ പറഞ്ഞ ബ്രസീൽ തോറ്റാൽ ഞാൻ അർജന്റീനയിലേക്ക് പോവില്ല. അതെടുക്ക് പറയുന്നില്ല. ബ്രസീൽ ജയിച്ചതിന്റെ ഇതൊക്കെ ഞങ്ങളെ പൊതുവെ ബ്രാച്ചുകൾ എന്ന് പറഞ്ഞാണ് കളിയാക്കുക. അതെ, പക്ഷെ ഞാൻ ജർമ്മനി ആയതുകൊണ്ട് ഞാൻ അർജന്റീനയിലോട്ട്. ഷാഫിക, ഇന്നിപ്പം സാധാരണഗതിയിൽ ഇപ്പം നെതർലാൻഡ്സ് ഫാൻസ് പരാജയപ്പെട്ടാൽ എങ്ങോട്ട് പോകുന്ന വെച്ചാൽ യൂറോപ്പ് വിട്ട് പോകാൻ നിങ്ങൾക്കൊരു മനസ്സ് പ്രശ്നം ഉണ്ടാവും. അല്ലല്ല, യൂറോപ്പ് വിട്ടേ ഞങ്ങൾ പോവാറുള്ളൂ. പരമ്പരാഗതമായിട്ട് ഞങ്ങൾ ടോട്ടൽ ഫുട്ബോൾ കളിക്കുന്ന ടീമാണ്. അപ്പൊ ഞങ്ങൾക്ക് യൂറോപ്പ് ടോട്ടൽ അത് ഇന്നത്തെ കളി നടക്കട്ടെ. ജനറലി സാധാരണ ഒരു സൗന്ദര്യമാണ് നമ്മുടെ ഒരു മെയിൻ. അപ്പോൾ പിന്നെ വേൾഡ് കപ്പിൽ ദൗർഭാഗ്യങ്ങളുടെ ഒരു കൊട്ടയാണ് നമ്മുടെ ഇതുവരെ അങ്ങ് പറഞ്ഞില്ല. എല്ലാ കാലത്തും ദൗർഭാഗ്യങ്ങൾ എങ്ങനെയാണോ, ദൗർഭാഗ്യങ്ങളിൽ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ടീമാണ് നെതർലാൻഡ്സ്. സാധാരണ ഇതിൽ നമുക്ക് ഇത് സാധാരണ സംഭവിക്കുന്നതാണ്. ആദ്യ റൗണ്ട് നന്നായി കളിക്കും, സെക്കൻഡ് റൗണ്ടിൽ അടുത്ത റൗണ്ടിൽ പുറത്താവും, നമ്മൾ അർജന്റീനയ്ക്ക് ചേക്കേറും, അല്ലെങ്കിൽ ബ്രസീലിൽ ചേക്കേറും. അങ്ങനെ ഉണ്ടാവാറില്ല. ഇപ്പൊ ഇങ്ങോട്ടാ ചേക്കേറിയത്? അല്ല, ഞാൻ ഓൾറെഡി അർജന്റീന നമ്പർ 1 ടീം അർജന്റീനയാണ്. ഹരി നീ എന്ത് ചെയ്യും? ഹരി നമ്മള് പുറത്തുനിന്നുള്ള പിന്തുണ സ്വീകരിക്കുന്നില്ല. നമ്മൾ പോണ അത്രയും പോവും. നമ്മൾ കിരീടം നേടുമെന്നുള്ള വലിയ അവകാശവാദം ഒന്നും ഞങ്ങൾക്കില്ല. ഞങ്ങളെ മോട്ടറാക്കി ഞങ്ങളെ തോറ്റു കഴിയുമ്പോൾ കളിയാക്കാനുള്ള പരിപാടിയാണ് ഞങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ട്. ഈ ക്രിക്കറ്റില് ദക്ഷിണാഫ്രിക്കയ്ക്കുള്ള ഒരു നിർഭാഗ്യമുണ്ടല്ലോ, അത് ഫുട്ബോളിൽ നെതർലാൻഡ്സിന് നന്നായി കളിക്കും. നന്നായി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് റൺഔട്ട് ആകുന്നത് എന്ത് കഷ്ടമാണ്, വളരെ കഷ്ടമാണ്. കാരണം ഇതെന്താണെന്നറിയോ, ഇവർ ഈ ഷൂട്ടൗട്ട് പുറത്തുള്ള സങ്കടം. ഈ ഷൂട്ടൗട്ടിലൊക്കെ എത്ര തവണ പുറത്തേക്കണമെന്ന് അറിയോ? ഈ ഓർമ്മയെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പിൽ അർജന്റീന ഷൂട്ടൗട്ടില്ല പുറത്തായത്. അതിന് മുമ്പ് പല തവണ ഒന്നുകൂടി ഷൂട്ടൗട്ട് പുറത്തോ, അല്ലെങ്കിൽ ഈ 2014 ഫൈനലിൽ ഓർമ്മ ഉണ്ടല്ലോ, ഏതോ ഒരു ദുർബല നിമിഷത്തിൽ അല്ലേ 10 സ്പെയിനായിട്ട് ഫൈനലിൽ ഇതാവുന്നു. 2010 117 ആൻഡ്രസ് ഇനിയസ്റ്റൻ്റെ ആ ഗോളിലാണ് നമ്മൾ. അതുവരെ എനിക്ക് ആ ഗോളിൻ്റെ ഒക്കെ റീപ്ലേ എപ്പോഴും കാണുമ്പോഴും എന്തോ പോലെ. കാരണം ജീസസ് നവാസ് അങ്ങനെ പിന്നെ റൈറ്റ് വിങ്ങിലോട്ട് ബോളുമായി കുതിച്ച് പാഞ്ഞിട്ട് ഇങ്ങനെ ഒരു റോബൻ്റെ കയ്യിൽ നിന്ന് ഭയങ്കര ഇപ്പോഴും ആലോചിക്കുമ്പോൾ മറ്റേ ഇനിയസ്റ്റേക്ക് പോകുന്ന ഒരു പാസ് ഉണ്ട്. അതുകൊണ്ട് കാണുമ്പോൾ എനിക്കിപ്പോഴും തോന്നുന്നു തടുത്തൂടെ എന്ന് ചോദിക്കലുണ്ട്. ഇപ്പോൾ പോലും തോന്നാറുണ്ട്. അത് കിട്ടിയ വേൾഡ് കപ്പാണ് എനിക്ക്. അതെ ഫീൽഡിൽ പോയിട്ട് 4 പ്ലേസിനെ അടിച്ചിട്ട് തടുക്കണ ഒരു സാധനം അല്ല പറഞ്ഞപ്പോ അതാ ഓർമ്മ ദൗർഭാഗ്യം എന്ന് പറഞ്ഞാൽ നെതർലാൻഡ്സിന്റെ ഓറഞ്ച് പടയുടെ ഒരു കൂട്ടപ്പടപ്പ്. ഇതില്ലെങ്കിൽ ഞങ്ങളില്ല. ഇപ്പൊ ഇപ്രാവശ്യം ഹോളണ്ട് കപ്പടിച്ച് നോക്കുക, നെതർലാൻഡ്സ് കപ്പടിച്ച് നോക്കുക. ഞങ്ങളില്ല, തീർന്നു. ഞങ്ങൾക്ക് ഇത് വേണം. ഈ ഒരു ഹാർട്ട് ബ്രേക്ക് ഞങ്ങളുടെ ഒരു കിട്ടണം നമുക്ക്. ഈ കളി ഇങ്ങനെ അടുത്ത വർഷത്തേക്ക് നീട്ടി വെച്ചിരിക്കുന്നു എന്ന് ഷാഫിക്ക. അതല്ല, ഞങ്ങൾക്ക് ഈ കപ്പടിക്കുന്നതൊന്നല്ല, നമ്മളിങ്ങനെ അതിന്റെ മുകളിൽ കൊണ്ടുപോയി വെച്ചിട്ട് താഴേക്ക് നമ്മൾ അങ്ങ് വീഴണം. അത് കിട്ടണം. ഓക്കെ, പക്ഷെ നമ്മള് ജർമ്മനിയെ കുറിച്ച് കാര്യമായിട്ട് പറയണം. ജർമ്മനിയെ കുറിച്ച് നമ്മുടെ ഓഫീസിൽ തന്നെ ജർമ്മനിയുടെ ഹാർഡ് കോർ ഫാനായിട്ടുള്ള കുട്ടിക്ക. അപ്പൊ കുട്ടിക്ക പറഞ്ഞത് നന്ദി കുറസാവോ 1000 നന്ദി എന്നാണ്. കാരണം ഇല്ലായിരുന്നെങ്കിൽ ആദ്യ റൗണ്ടിൽ പൊളിഞ്ഞേനെ എന്നുള്ളതാണ്. ജർമ്മനിക്ക് എന്താണ് പഴിച്ചു പോയത്?
ഈ ബോളുമായിട്ട് ഇങ്ങനെ ഊഞ്ഞാലാട്ടി കളിക്കാവുന്ന പരിപാടിയുണ്ട്. ബോൾ ഇങ്ങനെ പാസ് ചെയ്യുക. ഈ ഫൈനൽ തേടുന്ന പരിപാടിയുണ്ട്, ബോക്സുകളുടെ പരിപാടിയുണ്ട്, പോസ്റ്റ് ചെയ്യണ വേറെ സാധനമുണ്ട്. ഇവിടെ ബോൾ എത്തിക്കാനുള്ള ബോൾ എത്തിച്ചാലാണ് കളി ജയിക്കുക. അല്ലാതെ ഇവിടെ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരുന്ന കുറെ ബോൾ പൊസിഷൻ 75% ഒക്കെ ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. അത് പിന്നെ ഞാനിപ്പോൾ പറയുന്നത് ജർമ്മനി എന്ന് മാത്രമല്ല, ഇതേപോലെ കളിക്കുന്ന വേറെ ആൾക്കാരുണ്ട്. അപ്പോൾ ഓരോ നമുക്ക് പിന്നെ കാണാം പറയുള്ളത്. അല്ല, ജർമ്മനിയുടെ തോൽവി കുറച്ചും കൂടെ കൃത്യമായി നൂറൊക്കെ അനലൈസ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സങ്കടത്തോടെ വിങ്ങുന്ന മനസ്സുമായി പറ. അല്ല, എന്താണ് അനലൈസ് ചെയ്യേണ്ടത്? അത് നമ്മക്ക് എന്താന്ന് വെച്ചാല് 4 കിട്ടിയിരിക്കണേ, അത് മതി. 2014 ഇപ്പൊ ബ്രസീൽ എടുത്തോ, എവിടെ കിട്ടിയത്, എന്നാ കിട്ടിയത്? 2002 ബ്രസീൽ ഞങ്ങൾ ഇന്നെങ്കിലും ഒന്ന് സമാധാനിപ്പിക്കാൻ ജയിച്ചു. അല്ല, എനിക്ക് ഓർമ്മയുള്ള പ്രായത്തില് 2014 ജർമ്മനി കപ്പടിച്ചിക്കണ്. ഞാൻ ഓർക്കുന്നു അല്ലേ? ഏതാണ് ആ ഗോള്? ഹരിക്ക് കുറച്ചൊരു അഹങ്കാരം കൂടുതലുണ്ടല്ലോ. അല്ലല്ല, ഹരിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ തൊട്ട് ഹരി സാധാരണ രീതിയിൽ നമ്മുടെ ഡെസ്കിൽ വരുന്നത് പോലെയല്ല. അതിന്റെ പൊന്നും മഹേഷ് ഏട്ടാ, ഇന്നലെ കടന്ന എല്ലാരും തെറി വിളിക്കുന്ന കണ്ടല്ലേ, ബ്രസീലിന്റെ കയ്യിൽ നിന്ന് ഫൗള് വന്നു എന്നൊക്കെ പറഞ്ഞപ്പോ അത് എന്ത് ഫൗൾ എന്ന് പറഞ്ഞ് ഇന്നലെ ഇവിടെ 10 ആള് നിൽക്കുമ്പോ ഹരി ഇങ്ങനെ വികാരഭരിതനായി. മറ്റേ നമ്മൾ ഈ എനിക്ക് റെഡ് കാർഡ് അടിച്ചു അത് ബ്രസീലിന് പിന്തുണ പരസ്യമായി പ്രഖ്യാപിച്ചിട്ട് ജപ്പാൻ അനുകൂലമായ നിലപാടെടുക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ചോദിക്കണം. അതിൽ ഭയങ്കര രസമുള്ളൊരു അനുഭവം ഞാൻ പോഡ്കാസ്റ്റ് പറഞ്ഞു. ഞാനിന്നലെ ഈ പലാക്സി സിനിമാസിലാണ് ഇത് കണ്ടത്, ഈ ജപ്പാൻ ബ്രസീൽ മാച്ച് കണ്ടത്. അപ്പോൾ ഹൗസ്ഫുൾ ആയിരുന്നു, ഭയങ്കര ബ്രസീൽ ഫാൻസിൻ്റെ പതാകയും മറ്റൊക്കെ ഇട്ട് ഇഷ്ടം പോലെ. ഞാനിപ്പോൾ ഇനി ബ്രസീൽ ഗോൾ അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ഇല്ലാണ്ടായി പോകുന്ന തോന്നിപ്പോയി. പക്ഷെ ജപ്പാൻ ഗോളിച്ചപ്പോഴാണ് ശരിക്കും ആവേശം. ഇവിടെ അത് തന്നെയായിരുന്നു. ഇവിടെ ഈ പറഞ്ഞ മഹേഷ് ബ്രസീൽ എങ്ങനെയെങ്കിലും ജയിക്കണം, നമ്മുടെ ആവശ്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് ജപ്പാൻ ഗോൾ അടിച്ചപ്പോൾ ഇവിടെ ചാടിത്തുള്ളതാണ്. കഴിഞ്ഞ അവിടെ അർജന്റീന ഫ്രാൻസ് ഫൈനലിൽ നടന്നപ്പം ഈ ഗ്രാഫിക്സിലെ ഷർഫ് ഇതുപോലെ എല്ലാവരും അർജന്റീന 2 ഗോൾ അടിച്ച് ലീഡ് ചെയ്തപ്പോൾ എല്ലാവരും മെസ്സി കപ്പടിക്കാൻ പോകുന്നതിന്റെ വികാരത്തിൽ നേരത്തെ എംബാപ്പെ ഗോൾ അടിച്ചപ്പോഴത്തേക്കും ഷർഫ് മാത്രം ചാടി എണീക്കാണ്. ഞാൻ നേരത്തെ മീഡിയ വണ്ണിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഷഹീർ ഉണ്ട്, എനിക്കറിയാം ഷഹീർ. ആ പുള്ളി എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പുള്ളി ബ്രസീൽ ഫാനാണ്. പുള്ളി ഞങ്ങളുടെ ടീമിൽ ഞങ്ങൾ 6 ടീമാണ് കളിയാണെന്ന് കരുത്. അപ്പോൾ ഇയാൾ വിചാരിക്കുന്നത് ഞങ്ങളൊക്കെ ബ്രസീലിന്റെ സപ്പോർട്ടേഴ്സാണ്. ഈ ഗോൾ വന്നപ്പോഴാണ് ഒറ്റപ്പെട്ടു പോയ കാര്യം. ജപ്പാൻ വിജയിക്കുന്നതിൽ അത് മാത്രമല്ല, ഒരു ഏഷ്യൻ ടീം വിജയിക്കുന്നതിന്റെ അതെ ഭയങ്കര വികാരം. അല്ല, ജർമ്മനിക്കെതിരെ വരുമ്പോ ഈ ഏഷ്യൻ വികാരം ഇല്ലല്ലോ, അർജന്റീനക്കെതിരെ വരുമ്പോ ഇല്ലല്ലോ, ബ്രസീലിനെതിരെ വരുമ്പോ മാത്രം എന്താണ് ഈ ഏഷ്യൻ വികാരം വരുന്നത്? അല്ല, ജർമ്മനിക്കെതിരെ മറ്റേ ഗ്രൂപ്പ് സ്റ്റേജിൽ വന്നപ്പോഴും ജപ്പാൻ വിജയിച്ചതിൽ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ജർമ്മൻ ആരാധകൻ എന്നുള്ള നിലക്ക് അതെ പറഞ്ഞില്ല, നമ്മള് വെളിപ്പെടുത്തിയില്ല, എക്സ്പ്രഷൻ കുറച്ച് കുറഞ്ഞു പോയിന്നേ ഉള്ളൂ. അല്ല, ഞാൻ വളരെ സത്യസന്ധമായിട്ട് ഒരു കാര്യം ചോദിക്കട്ടെ. അപ്പം ഒരു കളി തോറ്റു, നമ്മുടെ ഇഷ്ടപ്പെട്ട ടീം പുറത്തായി വിചാരിക്കാം. അപ്പൊ പിറ്റേന്ന് നമ്മുടെ ഈ സുഹൃത്തുക്കളൊക്കെ മുന്നിൽ പിടിച്ചു നിൽക്കാനുള്ളൊരു ബുദ്ധിമുട്ടാണ്. ഇതിന് വിഷയത്തിൽ ഞാൻ നെതർലാൻഡ്സ് ഫാനാണെന്ന് അധികാരിക്ക് അറിയില്ല, കാരണം ഞാൻ അർജന്റീനക്ക് മെയിൻലി അതുകൊണ്ട് ഇത് സീനില്ല. പക്ഷെ ഇതിൽ വേറെ സംഗതി ഉണ്ട്. ചില മാച്ചസിലൊക്കെ നമ്മൾ കീ മൊമെന്റുകൾ ഉണ്ടാവും. ഇപ്പൊ ഷൂട്ടൗട്ടിൽ കീ മൊമെന്റുകളൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കീ മൊമെന്റിൽ എന്ത് ചെയ്യുക, ഒരു മിസ്സാക്കിയൊക്കെ ഓർക്കത്ത് കാണുമോ, ഈ ചങ്ങായി അത് ഉള്ളിലാക്കിയത് പലതവണ അങ്ങനെ പ്രശ്നം എനിക്കുണ്ട്. പക്ഷെ ഭാഗ്യത്തിന് ഇന്ന് പകൽ ഈ സമയത്താണ് കളി കണ്ടത്. ഇനി ഒരു ഡേ മുമ്പിലുണ്ട്. മാത്രമല്ല ഇന്ന് ബ്രസീലിന്റെ കളി ജയിച്ച സൂപ്പർ കളി നിർത്താ ജയിച്ചതിന്റെ ഒരു പിന്നെ അതുകൊണ്ട് നമുക്ക് ഇത് അത്ര ഓർമ്മ നിൽക്കൂല. പൊതുവെ നല്ല കളി കളിക്കുന്ന ടീമാണ്. അപ്പോൾ നിങ്ങൾ തിരിച്ചറിഞ്ഞതിൽ സന്തോഷം. അല്ല, നൂറയ്ക്ക് ഇന്നലെ പരാഗ്വെ ഗോൾ നേടിയപ്പോൾ തന്നെ പല സുഹൃത്തുക്കളിൽ നിന്നും കോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തോൽക്കണ്ട, പരാഗ്വെ ഗോൾ അടിച്ചപ്പോൾ തന്നെ വന്നിരുന്നു. അപ്പൊ നൂറ് അതിനെ വിദഗ്ധമായി നേരിടുന്നൊക്കെ നമ്മൾ സ്കിന്നിന്റെ തിക്നെസ് ഇതാണ് തിക്നെസ് ഇവിടെ പിടിച്ചിട്ടില്ലേ, അതൊക്കെ അത്ര നമുക്ക് പിന്നെ ഇത് കണ്ട് ശീലമുണ്ട്. ഇത്രയധികം ലോകോത്തര കളിക്കാരൊക്കെ വരിക എന്നിട്ട് ഇങ്ങനെ പുറത്താവുക, അല്ല അതന്നെ എനിക്കും ചോദിക്കാനുണ്ട്. നിങ്ങൾ രണ്ടാളും ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കി എന്തെങ്ങനെ എന്ത് വാൻഡൈക്ക് കപ്പ് വേണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഈ ഞങ്ങൾ ഹോളണ്ട് ഫാൻസിന്റെ ഓറഞ്ച് ഫാൻസിന്റെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞെങ്കിൽ അത് കപ്പില്ല, ദൗർഭാഗ്യം ഞങ്ങളുടെ ഒരു രീതിയാണ്. കപ്പില്ലാത്തതാണ് ഓറഞ്ച് ഫാൻസിന്. പക്ഷെ അങ്ങ് കപ്പൊക്കെ ഉണ്ട് കേട്ടോ, എനിക്ക് ഓർമ്മ വെച്ച കാലത്തും കപ്പ് ഞങ്ങൾക്ക് വേണ്ടായിട്ടാണ് വേണ്ട. പിന്നെ എന്തിനാണ് വരിക കളിക്കുക, വരിക നന്നായിട്ട് സൗന്ദര്യ ഫുട്ബോൾ കളിക്കുക, തോറ്റ് പുറത്താവുക. ജർമ്മനി അങ്ങനെ ഊഞ്ഞാലാട്ടാണ് ബോളായിട്ട്, നമുക്കത് തീരെ ഇഷ്ടമല്ല. എന്തായാലും വേറൊന്നുണ്ട്, ഗോൾക്ക് പോസ്റ്റ്ക്ക് ഗോൾ അടിക്കണം എന്ന് പറഞ്ഞ മാതിരിക്കന്നെയാണ്. കപ്പില്ലെങ്കിൽ പിന്നെ എന്താ കാട്ടണം, എന്താണ് ഈ വേൾഡ് കപ്പില്? കപ്പ് മാത്രമല്ല ഫുട്ബോളിന്റെ സൗന്ദര്യം,
അവസാന നിമിഷം ഞങ്ങളെ ചങ്ക് പറിച്ച് കൊണ്ടുപോകും. അല്ല അതിന്റെ മാസ് ഡയലോഗ് ഉണ്ട്, കപ്പ് കണ്ട് കൂടെ കൂടിയതല്ല. അതാണ് കപ്പ് കണ്ട് കൂടെ കൂടിയതല്ല എന്നുള്ളതാണ്. അതിപ്പോ അർജന്റീനയുടെ കൂടെ ഞാൻ കപ്പണ്ട് കൂടെ കൂടിയതൊന്നല്ല. 1986 86-ലാണോ നൂറ ആദ്യമായിട്ട് വേൾഡ് കപ്പ് കണ്ടത്? അല്ല, 86 വായചേട്ട വാക്കുകള് വളച്ചൊടിക്കരുത്. 86 കപ്പ് ഞാൻ കണ്ടിക്കണോ? ജർമ്മനി ആവട്ടെ, ഞാൻ ഏത് കപ്പാ കണ്ടുള്ളത്? കപ്പ് കണ്ട് കൂടെ കൂടിയല്ലെങ്കിൽ എന്ത് ചെയ്യണം വെച്ചാൽ പിന്നെ കപ്പ് എടുക്കാൻ പാടില്ല. അതാണ് പറയാനുള്ളത്. അപ്പൊ ഞാൻ ഹോളണ്ടിന്റെ കൂടെ കപ്പ് കണ്ടിട്ടില്ല. ഇത് സങ്കടം വരുമ്പോ പലരുടെ നമുക്ക് വൈകാരികമായ നിമിഷങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റൂല. നിങ്ങൾ ഈ 86-ന്റെ കണക്കെന്തിനാ പറഞ്ഞത്? ഫാൻസിനെ അറിയിക്കാൻ വേണ്ടിട്ട്? അല്ല, ഞങ്ങൾ 86-ലെ ലോകകപ്പ് ആണ് ഞങ്ങളുടെ എന്താ പറയാ മറഡോണ എന്ന് പറയുന്ന ഞങ്ങളുടെ ദൈവം അവതരിച്ചത്. ആ അവതാര പിറവിയുടെ അലയൊലികളിലാണ് പിന്നീട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. 94 അദ്ദേഹം മടങ്ങി പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ടിവിയിൽ. എന്റെ കുട്ടിക്കാലത്ത് എനിക്ക് 10 വയസ്സ്. അപ്പൊ അന്ന് മറന്നോടെ പാതി വഴിയിൽ നിന്ന് മത്സരത്തിന്റെ ഇടയിൽ കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടത്. എന്തിനാണ് കൊണ്ടുപോകുന്നതെന്ന് അന്നറിയില്ല. പിന്നീടാണ് അറിഞ്ഞത് വേറെന്തോ ചെറിയ കേസാണെന്നുള്ളത്. അപ്പം പിന്നീടാണ് നമ്മള് എന്താ പറയാ ഏരിയൽ ഒർട്ടേഗയെ പോലുള്ള താരങ്ങൾ നമുക്ക് വരുന്നത്. ബാറ്റിസ്റ്റൂട്ട നമ്മളെ ബാറ്റിസ്റ്റൂട്ടയൊക്കെ എപ്പോഴും നമ്മുടെ മനസ്സിൽ മുടിയിഴകൾ ഇങ്ങനെ നിൽക്കുന്നു. ഹെർണാൻ ക്രിസ്പോ വരുന്നു, യുവാൻ റോമൻ റിക്വൽമി വരുന്നു, ബെറോൺ വരുന്നു. അല്ല, ഇതിന്റെ ഇടയിൽ കൂടെ റീൽ കട്ട് ഉണ്ടാക്കാൻ നോക്കണ്ട. അതുകൊണ്ടാണ് സംഭവം ഞാനും മഹേഷനൊക്കെ അർജന്റീന സപ്പോർട്ടർ ആണെന്നുണ്ടെങ്കിലും സേഫൊക്ക പുലർത്തുന്നൊരു സാധനം ഉണ്ട്. അതായത് ഒരു നിലപാടിൽ നിൽക്കും. ഇയാളിത് റീൽ കട്ടും ഫാൻസിനെ എടുക്കാൻ വേണ്ടിട്ട് ചേക്കേറി കൂർമാറ്റത്തിന് ഇവിടെ മറ്റു നിയമം കൊണ്ടുവന്ന് ആദ്യം പെടുന്നത് അർജന്റീന. പിന്നെ 2006 മുതൽ നമ്മൾ ലയണൽ മെസ്സിയിലേക്ക് നമ്മള് മനസ്സ് പറിച്ചു നടുകയാണ്. പിന്നെ ഇങ്ങോട്ട് കഴിഞ്ഞ 20 കൊല്ലമായിട്ട് എന്റെ ചെറിയ മോണ്ട് പപ്പു, അവന് 5 വയസ്സ്, അവനിട്ടിരിക്കുന്ന ജേഴ്സി ലയണൽ മെസ്സിയുടെ ജേഴ്സിയാണ്. വാങ്ങിച്ചു കൊടുത്തു. എന്റെ മോന് റജബ്, ഓന് ബ്രസീലാ. ഞാൻ എന്റെ മക്കൾക്ക് ടീം മാറാൻ സ്വാതന്ത്ര്യം കൊടുക്കാറുണ്ട്. അത് കൊടുക്കണം എനിക്ക് പറയാനുള്ളത്. അതും പറ്റി എന്റെ മോള് സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് സ്കൂളില് മെഡിക്കൽ കോളേജ് ക്യാമ്പസ്, അപ്പൊ അവിടെ പോയപ്പോ ഞാൻ കടയിൽ ചെന്നിട്ട് ചോദിച്ചു. അപ്പൊ സൈസ് ഒക്കെ പറഞ്ഞിട്ട് പറഞ്ഞു അങ്ങനെ മെസ്സിയുടെ അച്ഛാ മെസ്സി അല്ല വേണ്ടത്, എനിക്ക് ലാമിൻ യമാല് വേണമെന്ന് പറഞ്ഞു. അപ്പൊ അതൊരു തെറ്റിയാണ്. അതെ, പക്ഷെ ഉണ്ടല്ലോ അവള് പറഞ്ഞു സ്കൂളിൽ പോയതിനു ശേഷം ഈ മെസ്സിയുടെ ജേഴ്സിയാണ് കൂടുതൽ എന്ന് പറഞ്ഞു. കുട്ടികൾ അങ്ങനെയാണ്. ഇതിൽ എനിക്കൊരു എക്സ്പീരിയൻസ് ഉള്ള സംഭവിച്ചാല്, പണ്ട് ഞാൻ ഇതുപോലെ എൻ്റെ സുഹൃത്തുണ്ട്, പിന്നെ ഷാജാൻ എന്ന് പറയുന്ന പുള്ളി കിക്ക് ഓഫ് സ്പോർട്സിന്റെ ജേഴ്സി ഫാക്ടറിൻ്റെ ആളാണ്. അപ്പോൾ അദ്ദേഹം എനിക്ക് എൻ്റെ മോനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു അർജന്റീന ജേഴ്സി പൊതിഞ്ഞ്, വളരെ ചെറുപ്പം മോനെ 3-4 വയസ്സുള്ള സമയത്താണ് ഞാൻ പൊതിഞ്ഞ. ഞാൻ ആരംഭത്തോടു കൂടി മോനെ കൊണ്ടുകൊടുത്ത മോനെ എടുത്ത് വലിച്ചു പറഞ്ഞു, ഒറ്റ ഏറി എറിഞ്ഞു പറഞ്ഞു. മോൻ അന്നേ ബ്രസീലാണ്. അതങ്ങനെയുണ്ട്. അതിപ്പോ ഒരു കൊലയിൽ എല്ലാ തെങ്ങും ശരിയാവണമെന്നില്ലല്ലോ അല്ലെ? ഹരി പറയരുത്. അല്ല, ബ്രസീൽ ഫാൻസിന് എന്തിനാണ് അങ്ങനെ അടച്ചാക്ഷേപിക്കുന്നത്? ബ്രസീൽ ഫാൻസിനല്ലേ. നിങ്ങൾ അങ്ങനെയാണ്. നിങ്ങൾ എന്നിട്ട് വേറെ അവസരം കിട്ടുമ്പോൾ മറ്റേ ഇമോഷണൽ ആയിട്ട് സൗണ്ട് തൊണ്ടയൊക്കെ ഇടറി വേറെ വാക്ക് പറഞ്ഞ് റീല് കട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കും. പക്ഷെ നിങ്ങൾ ബ്രസീലിനെതിരാണ്. ബ്രസീലിനെതിരല്ല ഞാൻ. ബ്രസീൽ 100% ടഫറേൽ എന്ന് പറയുന്ന ഗോൾ കീപ്പറെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ല. 94 ലോകകപ്പിൽ റോബർട്ടോ ബാജിയോടെ കിക്ക് പുറത്തേക്ക് പോകുമ്പോൾ അന്ന് ടഫറേലായിരുന്നു ഗോളി. ഞാൻ പിന്നീട് ഫുട്ബോൾ കളിക്കാൻ തുടങ്ങിയ കാലം തൊട്ട് ഗോൾ കീപ്പറാണ്. ഞാൻ ഗോൾ കീപ്പർ ആകാനും അല്ലെങ്കിൽ ഗോൾ കീപ്പറായിട്ട് പിന്നീട് എനിക്ക് ആഗ്രഹം തോന്നിയതും ടഫറേലിനെ കണ്ടാണ്. അയാളുടെ ജേഴ്സിയുടെ ഇതുപോലെ എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ബ്രസീൽ എന്റെ ഇഷ്ടപ്പെട്ട ടീമാണ്. നിങ്ങൾ ആദ്യം ഫുട്ബോൾ സ്നേഹിച്ചു തുടങ്ങിയ മറ്റേ ഡീഗോ മറഡോണ കണ്ടിട്ടില്ലേ? പിന്നെ എന്തുകൊണ്ട് മിഡ്ഫീൽഡർ ആയില്ല? ഇല്ല, എനിക്ക് അതിനുള്ള ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഗോൾ കീപ്പറായിരുന്നു ഞാൻ അന്ന് മുതലേ. ഗോൾ കീപ്പറുടെ ജിയാൻ ലൂക്ക പഗ്ലിയൂക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഇറ്റലിയുടെ ഗോൾ കീപ്പർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതൊക്കെ ഉള്ളതാണ്. ജിയാൻ ലൂക്ക പഗ്ലിയൂക്ക 94 ലോകകപ്പില് ഫൈനലില് ഇറ്റലിയുടെ ഗോൾ കീപ്പർ ആയിരുന്നു. ടഫറേലായിരുന്നു അന്ന് നമ്മുടെ ഹീറോ. അതുകൊണ്ട് സത്യസന്ധം അന്ന് അതുകൊണ്ട് ഗോൾ കീപ്പർ ആവാൻ തീരുമാനിച്ചു. പിന്നീട് നീണ്ട കാലം ഫുട്ബോൾ കളിച്ചിട്ടില്ല. ഇടയ്ക്കൊക്കെ ഗോൾ നിൽക്കും. അതിനുശേഷം കേപ്പ് വെർദേക്ക് വേണ്ടി ഒസീനിയ 42-ാം വയസ്സിൽ മികച്ച പ്രകടനം നടത്തിയെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഷോയ്ക്ക് വന്നില്ല. ടർഫിൽ നിൽക്കുക, ഗ്ലൗസ് ഒക്കെ ഇട്ട്.
ഒരു 50 വയസ്സുണ്ടല്ലോ, 40 വയസ്സുണ്ടല്ലോ. ബൊസീനിയ സേവ് ഇനി ഇന്ത്യനെ രക്ഷപ്പെടുത്തണം ഞാനാന്ന് പറഞ്ഞ് ടർഫിലേക്കാണ് ഗ്ലൗസ് ഒക്കെ ഇട്ട് മറ്റേ നിക്കറൊക്കെ ഇട്ട്. സ്വാഭാവികം മഹേഷിന്റെ വർക്ക് റേറ്റ് അപാരാണ്, ഞാൻ അവിശ്വസിക്കുമല്ലോ ഈ പറഞ്ഞത്. അതെ, രാവിലത്തെ ഷോയ്ക്ക് വന്നില്ല, ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു മറ്റേ ബൊസീനിയ. സബാല് 2 ഗോൾ അടിച്ചെന്ന് പറഞ്ഞ് ആൾക്ക് 40 വയസ്സാന്ന് പറഞ്ഞിട്ട് അവിടെ ഷോയില് നിക്കാൻ നിൽക്കുന്നത്. ആൾക്ക് 28 വയസ്സേ ആയിട്ടുള്ളൂ. എല്ലാവരും വയസ്സായ താരങ്ങളെ മാത്രം. ഇപ്പൊ റൊണാൾഡോ ഗോൾ അടിച്ചാൽ റൊണാൾഡോയ്ക്ക് വേണ്ടി, പ്രായമുള്ള താല്പര്യം. അതായത് എല്ലാവരും 40-കാരനാക്കണം എന്നുള്ള ഒരു ചിന്താഗതി വെച്ച് നടക്കുന്ന ഒരു വളരെ അല്ല, ഈ സമയത്ത് ഇന്ത്യൻ ഫുട്ബോളിനെ രക്ഷിക്കാൻ മഹേഷിനെ കഴിയുള്ളൂ എന്നാണ് മഹേഷ് വിചാരിച്ചിരിക്കുന്നത്. അതല്ല, ഞാനും ഷാഫിക്കൊക്കെ ഏതാണ്ട് ഒരു റേഞ്ചിൽ പിടിക്കുന്ന ആൾക്കാരാണെന്ന് എനിക്ക് ഷാഫിക്ക് അംഗീകരിച്ചു. ഏജിന്റെ കാര്യത്തില്, ഏത് വകുപ്പില്? ഏജിന്റെ കാര്യത്തില് ഞാൻ പറഞ്ഞത് ആ ലോകകപ്പ് മുതല്. പക്ഷെ നമ്മുടെ ആസ്വാദനം, ഞാൻ 2002 ഫുട്ബോൾ പിന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ എന്റെ ഞാൻ എത്ര ചെറുതാന്ന് ആലോചിച്ച് നോക്കാം. 2002 ഓക്കെ 94 മഹേഷ് തുടങ്ങിയിട്ടുള്ളത്. ഞാൻ 8 കഴിഞ്ഞിട്ടാണ്. അല്ല, ഞാൻ പറഞ്ഞത് അന്ന് മുതൽ നമ്മളിത് ഇപ്പോഴത്തെ പൂക്കീസ് ജെൻസി ടീമുകൾ ആസ്വാദനം നല്ലതാണ്, അവർക്ക് നല്ല അറിവുണ്ട്. ഇപ്പൊ ഇവർക്ക് എല്ലാ പ്ലേയേഴ്സിന്റെ പേരും അറിയാം, നമുക്ക് പല പ്ലേയേഴ്സിന്റെ പേര് പോലും പ്ലേയേഴ്സിന്റെ പേരറിയാന്നുള്ളത് എല്ലാം അറിവിന്റെ മാനദണ്ഡം. അല്ല, അതൊരു ഒരു ക്വാളിറ്റി. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ അന്നത്തെ കളി തൊട്ട് ഇന്ന് വരെ നമ്മൾ വാച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആസ്വാദന മികവ് 40 വയസ്സിലെത്തുമ്പോൾ നമ്മൾ കൂടിയിട്ടേ ഉള്ളൂ. അതില് ഹരി അതെങ്കിലും ഒന്ന് സംഭവിച്ചാൽ എനിക്കൊന്നും കമന്റ് ചെയ്യാനില്ല. നടുക്ക് അല്ല, അതിപ്പോ നിങ്ങൾ 40 വയസ്സായവരുടെ വികാരം ഞങ്ങൾക്ക് അറിയില്ലല്ലോ, അത് 40 വയസ്സായാലല്ലേ അറിയുള്ളൂ. മഹേഷ് ചേട്ടനെ ഇന്ന് മറ്റേ ഇതിന് ഷോക്ക് വരുമെന്ന് വെച്ചാണ്ട് ഞാനിവിടെ നാട്ടിലില്ലാത്തപ്പോ അപ്പൊ ഷോക്ക് വരില്ല എന്ന് അറിയിക്കാൻ വേണ്ടിട്ട് ഞാനൊരു ജിഫ് അയച്ചു കൊടുത്തു. പുള്ളി അങ്ങല്ലേ കാര്യല്ലേ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. 2 മണിക്കൂർ എനിക്ക് റിപ്ലൈ കിട്ടിയില്ല. ഞാൻ ഹരിഗോവിന്ദിനോട് ചോദിച്ചു ഇതെന്താണ് ഇതിന്റെ അർത്ഥം. കാരണം ഈ പൂക്കീസ് അയക്കുന്ന ഇത് എന്തോ ഒരു ചിഹ്നം, ഒരു കണ്ണൊക്കെ ഇതായിട്ട്. അപ്പൊ പിന്നീടാണ് അറിഞ്ഞത് കൈതട്ടി വന്നു പോയതാണ്. എനിക്ക് പൂക്കീസിന്റെ കൈതട്ടിയതൊന്നല്ല, അത് പിന്നെ മഹേഷ് ചേട്ടനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു അർത്ഥണ്ട്. അപ്പൊ വെറുതെ പൂക്കി എന്ന് പറഞ്ഞു. ശരി, അപ്പൊ നമ്മളെ വിഷയം ഫുട്ബോളാണ്. ശരി, അപ്പൊ നമ്മള് വാർ റൂം ഇത് യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ച് ഇത് എന്താ പറയാ, ചിലയിടത്ത് എന്താ പറയാ പുക, ചിലയിടത്ത് ചാരം, അതിനപ്പുറത്ത് ചിലയിടത്ത് ഉയർന്നു പോകുന്ന പുഞ്ചിരികൾ, ബ്രസീല് തേങ്ങലുകളൊക്കെ. ഉയർച്ചകൾ ഒറ്റടിക്ക് അടിയിൽ പോകുമെന്നുള്ളത് ചിലവരെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ മറ്റേ നൂറയുടെ ഒരു ഫേസ് കാണുമ്പോഴേ ആ പുഞ്ചിരിക്കുള്ളിൽ വിങ്ങുന്ന ഒരു ഹൃദയത്തിന്റെ ആത്മവേദന എന്നുള്ള നിങ്ങളെ കണ്ണിലൂടെയാണ് ലോകത്തെ ഇപ്പോൾ എനിക്ക് അങ്ങനെ കാണാൻ പറ്റും, എനിക്ക് വേറെ ആൾക്ക് കണ്ടെടുക്കാൻ പറ്റൂലല്ലോ. എനിക്ക് അപ്പം തീർച്ചയായും നമ്മള് ഹരിഗോവിന്ദൻ എന്തോ പറയാനുണ്ട്. അല്ല, നമ്മൾ ഇത്ര തമാശയാക്കി പറഞ്ഞെങ്കിലും ജർമ്മനിയുടെയും മൊറോക്കോയുടെയും നെതർലൻഡ്സിന്റെയും ഈ ഒരു പോക്ക് വളരെ നിരാശയാണ്. കാരണം അത് വിടവാങ്ങൽ. തീർച്ചയായും അവരൊരു സെമി ഫൈനലിലും ക്വാർട്ടർ ഫൈനലിലും ഒക്കെ ഏറ്റുമുട്ടേണ്ട ടീമുകളായിരുന്നു. ജർമ്മനി നമുക്ക് ഒരു പേര് പറയുമ്പോൾ കൂടെ പറഞ്ഞു പോവാം. ഈ ഇപ്പൊ ലോകകപ്പിൽ ഇപ്പൊ തുടർച്ചയായ മോശം പ്രകടനമാണെങ്കിലും ജർമ്മനി നമ്മളെ സംബന്ധിച്ച് വലിയ ടീമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവര് റൗണ്ട് ഓഫ് 32 ഈ 2 ടീമുകളെ നഷ്ടപ്പെടുന്നതിലുള്ള ഒരു ദുഃഖം ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ശരി, തീർച്ചയായിട്ടും ഞങ്ങള് എന്താ വെച്ചാൽ ഈ പ്രോഗ്രാം വാർ റൂം എന്ന് പറയുന്ന ഈ പരിപാടി നമ്മൾ അതിനിടയിലൊക്കെ ആളുകൾ കമന്റ് വന്നിട്ട് ഇങ്ങനെയാണ് ഫുട്ബോളിനെ വിലയിരുത്തുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങളത് നമ്മളെ മീഡിയ വണ്ണിൻ്റെ തന്നെ നമ്മുടെ സ്പോർട്സിൻ്റെ പോഡ്കാസ്റ്റുകളുണ്ട്. വളരെ എന്താ പറയുക ഡീറ്റെയിലായി ഡീപ്പായി നടന്ന മത്സരങ്ങളെ വിലയിരുത്തുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഷോ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ ഫാൻസിൻ്റെ മനസ്സെങ്ങനെയാണ്, നമ്മുടെയൊക്കെ ഉള്ളിലൊക്കെ ഭയങ്കര വൈകാരികമായിട്ടുള്ള അലയൊലികളുണ്ടല്ലോ. അപ്പോൾ അത് എത്തിക്കാനുള്ള ഒരു യാത്ര, ഒരു ടോക്ക് മാത്രമാണ്. ഇതിനെ തമാശ രൂപേണ തന്നെ എടുക്കണം എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ഹാർഡായിട്ട് നിങ്ങൾ എടുത്ത് അതിനെ എന്താ പറയുക വലിയ തോതിൽ അങ്ങനെ വിമർശിക്കപ്പെടേണ്ടതില്ല. വളരെ സിമ്പിളായിട്ട് വിമർശിക്കാം. സ്വാഭാവികമായിട്ടും അല്ല, ഞാൻ പറഞ്ഞത് അത് വലിയ തോതിൽ നമ്മൾ വലിയ ഡീപ്പായി ഒരു ഇതിനെ പ്രോഗ്രാമില്ല. പ്രേക്ഷകർക്ക് വിട്ടുകൊടുക്കുക. അവർക്ക് ഈ സിറ്റിങ്ങിന്റെ സ്വഭാവം കാണുമ്പോൾ, നമ്മുടെ സംസാരത്തിന്റെ ശൈലി കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. അതല്ലെങ്കിൽ ആ ലേറ്റ് ഹാർട്ടഡ് എടുക്കട്ടെ നമ്മൾ ആഗ്രഹം. കമന്റ് ഇടാൻ ആഗ്രഹം ഇട്ടോളൂ, കുഴപ്പമൊന്നുമില്ല. സ്വാഭാവികമായിട്ടും നമ്മൾ ഫാൻ ഫൈറ്റ് ആണ് ഇവിടെ നടത്തുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ഒരു ടീമിന്റെ ഫാൻസുകാർക്ക് അത് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ല, മറ്റു ടീമുകൾക്ക് ഇഷ്ടപ്പെടും. അപ്പൊ അങ്ങനെ പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള കമന്റ്സ് നമുക്ക് വരാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈ നൂറ ഡീപ്പായിട്ട് ഫുട്ബോൾ അനലൈസ് ചെയ്യുന്നതാണ്. ഈ കാണുന്ന നൂറ അല്ല ശരിക്കുള്ള നൂറ മറ്റേ നമ്മുടെ ശരിക്കുള്ള നൂറ മറ്റു ഫ്ലോറാണ്. ഇപ്പൊ ഷാഫിക്ക് ആണെങ്കിലും ഇപ്പൊ പോഡ്കാസ്റ്റ് ചെയ്തിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ശരിക്കുള്ള ഞാൻ വേറെ എവിടെയാണ്. ഇത് പ്രോപ്പർലി നമ്മുടെ ഫ്രണ്ട്സിന് ഇടയ്ക്ക് ഇരിക്കുമ്പോൾ എങ്ങനെയാണോ സംസാരിക്കുന്നത് ആ ഒരു സാധനം തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു രസത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. മഹേഷ് ചേട്ടനെ ട്രോൾ ചെയ്യുന്നതൊക്കെ ചിലപ്പോൾ സീരിയസ് ആണെങ്കിലും
ബാക്കിയുള്ളതൊക്കെ രസത്തിന് വേണ്ടി. അല്ലാതെ ഭൂരിഭാഗം കണ്ടന്റുകൾ അങ്ങനെ അതെ, എന്ന് വെച്ചാൽ ഇത് 40-40 ദിവസമല്ലേ ആകെ ഉള്ളത്, 4 കൊല്ലം കൂടുമ്പോൾ കിട്ടുന്ന ഒരു 40 ദിവസം, അത് നമ്മൾ ആഘോഷിക്കുക എന്നുള്ളതാണ്. പക്ഷെ ആ ഒരു എനർജിന്റെ കാര്യത്തിൽ മഹേഷ് ഏട്ടനെ സമ്മതിച്ചു. ഹാറ്റ്സ് ഓഫ്. ഈ ട്രോളലുകൾ വയസ്സാം കാലത്ത് എനർജി കീപ്പ് ചെയ്യുന്നതിനെ അപ്രീഷിയേറ്റ് ചെയ്തു. പയറ് പോലെ ഞാൻ രാവിലെ പറഞ്ഞതുപോലെ ഇതിന് മുന്നേ പയറ് പോലെ നിൽക്കുമെന്ന് മഹേഷ് പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? കേരളാന്റെ ആശുപത്രിയിൽ നിന്ന് ഞങ്ങളാണ് കൂട്ടിക്കൊണ്ടുവന്നത്. അത് ശരിയാണ്, പക്ഷെ മുതിർന്നവര് പറഞ്ഞു തരും. ജെൻസികളെ കളിയാക്കുമ്പോ ഞങ്ങള് തിരിച്ച് അതേ പ്രയോഗം കാരണവന്മാർ പറഞ്ഞിരുന്നത് കേൾക്കണം. ഓക്കെ, താങ്ക് യു ഷാഫിക്ക, നല്ല ഉപദേശം. ശരി, അപ്പോൾ നമ്മൾ നിർത്താണ്. നമ്മൾ പറഞ്ഞാണ്, ഹരി പറഞ്ഞ ഒരിക്കൽ കൂടി ഊട്ടി ഉറപ്പിച്ച് പറയുകയാണ്. ഇപ്പോൾ നമ്മൾ നെതർലാൻഡ്സ് ആയാലും ജർമ്മനി ആയാലും പുറത്തു പോകുമ്പോൾ യഥാർത്ഥത്തിൽ ഫുട്ബോൾ ഫാൻസ് എന്നുള്ള നിലയിൽ നമുക്ക് വലിയ സങ്കടമുണ്ട്. അവരും കൂടി വേണം, പക്ഷേ ഒരാൾക്കല്ലേ ജയിക്കാൻ പറ്റുള്ളൂ. നമുക്ക് വാർ റൂമിൽ വീണ്ടും അടുത്ത വിഷയമായി കാണാം. നല്ല നല്ല കമൻറ്റുകൾ. ഈ പരിപാടിയെ തമാശ രൂപേണ തന്നെ കാണുക എന്നൊരിക്കൽ കൂടി പറയുന്നു. താങ്ക് യു.